നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ ഇന്ന് ബയേൺ മ്യൂണിക്ക് ആഴ്സണലിനെ നേരിടുകയാണ്. ആഴ്സണലിന്റെ മൈതാനത്ത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 പോരാട്ടം നടക്കുക. മത്സരത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, മുമ്പ് പലവട്ടം ആഴ്സണലിന് മുന്നിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ വിലങ്ങ് തടിയായി നിന്നിട്ടുള്ള ടീമാണ് ബയേൺ മ്യൂണിക്ക്. അവരോട് പകവീട്ടാൻ ആഴ്സണലിന് കഴിയുമോ എന്നുള്ളതാണ് ബിഗ് ക്വസ്റ്റ്യൻ. നമുക്ക് ഈ രണ്ട് ടീമുകളുടെയും ഹെഡ് ടു ഹെഡിന്റെ കണക്ക് യുവേഫ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അവരുടെ വെബ്സൈറ്റിൽ കൊടുക്കുന്നുണ്ട്. രണ്ട് ടീമുകളും തമ്മിൽ 12 വട്ടം ഏറ്റുമുട്ടിയപ്പോൾ 7 തവണ വിജയിച്ചത് ബയേൺ മ്യൂണിക്കാണ്. ആഴ്സണലിന് വിജയിക്കാൻ കഴിഞ്ഞത് 3 തവണ. 2 മത്സരങ്ങൾ സമനില. ബയേൺ ആഴ്സണലിന്റെ വലയിലേക്ക് അടിച്ചിട്ടത് 27 ഗോളുകളാണെങ്കിൽ തിരിച്ചടിച്ചത് 13 ഗോളുകൾ മാത്രം. പക്ഷേ സമീപകാലത്തെ റെക്കോർഡ്, എല്ലാ കോമ്പറ്റീഷനുകളിലെയും സമീപകാലത്തെ റെക്കോർഡ് നേരെ തിരിച്ചാണ്. ബയേൺ മ്യൂണിക്ക് ബൂണ്ടസ് ലീഗിൽ അടക്കം സ്ട്രഗിൾ ചെയ്ത കാഴ്ച, ആഴ്സണൽ പ്രീമിയർ ലീഗിൽ കുതിച്ചു പായുന്ന കാഴ്ച. ആഴ്സണൽ അവസാനമായി കളിച്ച 5 കളികളിൽ 4 വിജയിച്ചു, 1 സമനിലയാണെങ്കിൽ ബയേൺ അവസാനം കളിച്ച 5 കളികളിൽ 2 പൊട്ടിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് ഈ മത്സരം നടക്കുന്നത്. പക്ഷേ തോമസ് തുഷൽ പറയുന്നു അതൊക്കെ മറ്റൊരു ലീഗാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഞങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്, ഞങ്ങൾ ഇവിടെ ഈ ലീഗിൽ മികച്ച, ചാമ്പ്യൻസ് ലീഗിൽ മികച്ച പ്രകടനം നടത്തുന്നവരാണെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ആർട്ടറ്റയുടെ കീഴിൽ ആഴ്സണലിൽ ഒരു കൾച്ചറൽ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. ആഴ്സണൽ ലോകത്തെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ലീഗിൽ, പ്രീമിയർ ലീഗിൽ ഡൊമിനേറ്റ് ചെയ്യുന്നു. ഞങ്ങൾക്ക് അത് നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്നും ഞങ്ങൾക്ക് അവരെ എങ്ങനെ വേദനിപ്പിക്കണമെന്നും നന്നായിട്ട് അറിയാം. ചാമ്പ്യൻസ് ലീഗിൽ ഞങ്ങൾക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്, പ്രീമിയർ ലീഗിൽ നിന്ന് വ്യത്യസ്തമാണത്. ആ ഒരു അഡ്വാൻറ്റേജ് യൂസ് ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് എന്ന് കോച്ച് പറയുന്നു. അതേസമയം ആർട്ടിറ്റ പറയുന്നത് ശരിയാണ്, പഴയ കാലത്ത് ഞങ്ങൾ അവരോട് തോറ്റിട്ടുണ്ട്. ദാറ്റ്സ് ഹിസ്റ്ററി. വെൻ യു ലുക്ക് അറ്റ് ദെയർ ഹിസ്റ്ററി ഇൻ ദി കോമ്പറ്റീഷൻ, ഇറ്റ്സ് ക്ലിയർ. അവരുടെ കോമ്പറ്റീഷനിലെ ചരിത്രം നോക്കുമ്പോൾ ക്ലിയർ ആണ്, അവർക്ക് മുൻതൂക്കമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യണം, ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതാണ് ഞങ്ങൾ ഇവിടെ ഒരുങ്ങുന്നത്. ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ ഞങ്ങൾ പഠിച്ചു. ഇത് ഒരു വലിയ ചാലഞ്ചാണ്. ഈ ചാലഞ്ച് ഏറ്റെടുക്കാൻ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ് എന്നുകൂടി മൈക്കിൾ ആർട്ടിറ്റ പറയുമ്പോൾ, ഇന്ന് ആഴ്സണല് ബയേൺ മ്യൂണിക്കിന് മേൽ ആധിപത്യം പുലർത്തുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്.